പെൺകുട്ടി കോടതിയിലെ പെൺകുട്ടിയെ വിസ്തരിച്ചപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വന്യവയോധികൻ എഴുത്തുവെച്ചുകാരൻ നിരപരാധിയാണ്, താൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, തൻ്റെ ആൺ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് മൊഴി കൊടുത്തു. സ്കൂളിലെ ടീച്ചർമാരെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേരെ അവിടെ വിസ്തരിച്ച് മൊഴിയെടുത്തിരുന്നു. അവരെല്ലാവരും ഈ വന്യവയോധികന്റെ പേരാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കുട്ടി അങ്ങനെയാണല്ലോ ആദ്യം പറഞ്ഞ വിവരമല്ലേ കോടതി പറയാൻ ഒക്കൂ. അതുകൊണ്ട് പിന്നീട് യഥാർത്ഥത്തിലെ കോടതിയിലെ സിറ്റുവേഷനും കോടതിയിലെ ട്രയലും നിരപരാധി ക്രൂശിക്കപ്പെടുമെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. ആ സന്ദർഭത്തിൽ കോടതിയിലെ വന്യവയോധികൻ നിരപരാധിയാണെന്നും തന്റെ ആൺ സുഹൃത്താണ് തന്നെ പീഡിപ്പിച്ചതെന്നും മൊഴി കൊടുത്തു. കോടതി എന്തായാലും അത് പരിഗണിച്ചു. അവിടുത്തെ ജഡ്ജിയുടെ മുമ്പിൽ 9 പേര് സ്കൂളിലുള്ളവർ മൊഴി കൊടുത്തിരുന്നെങ്കിലും പെൺകുട്ടിയുടെ മൊഴി വിശ്വസിച്ച് കോടതി മുന്നോട്ട് പോയി. ക്ലാസ് ടീച്ചർ ഉൾപ്പെടെയുള്ള 9 പേരെയാണ് വിസ്തരിച്ചത്. അഡീഷണൽ ആലപ്പുഴ ജില്ലാ ജഡ്ജി റോയി വർഗീസ് അദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ്. ഏതായാലും പുതിയ ആൺ സുഹൃത്തിന്റെ പേര് വെളിപ്പെടുത്തിയോടുകൂടി അയാളെ പ്രതിയാക്കി കേസെടുക്കാൻ കോടതി നിർബന്ധിതമായി. ഏതായാലും പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് വന്യവയോധികനെ കോടതി വെറുതെ വിട്ടു.